ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ല ഒരു കടച്ചക്ക, ശീമച്ചക്ക എന്നൊക്കെ പറയും, അത് എടുത്താണ് തോരൻ. നല്ല ചിക്കൻ കറി തോറ്റുപോകും, ചിക്കൻ തോരൻ തോറ്റുപോകും, അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്. ഇതുപോലെ ഉണ്ടാക്കിയ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കൂ. ചക്ക പകുതി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അതായത് പോലെ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫ്രൈങ് പാൻ അടുപ്പയിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിടാം. കടുകൊക്കെ പൊട്ടാറാകുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങ ഇങ്ങനെ അരിഞ്ഞത്, നല്ല സ്വാദാണ് ഇങ്ങനെ തേങ്ങ അരിഞ്ഞതിട്ടാൽ. തേങ്ങ അരിഞ്ഞത് കുറച്ചായിട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ, പിന്നെ അതിനോടൊപ്പം തന്നെ വെളുത്തുള്ളിയും കുറച്ച് ഒരു 7 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, എരിക്കാവശ്യമായ എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു വലിയ പച്ചമുളകിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഉഴുന്നും പരിപ്പ്, കുറച്ച് ഉഴുന്നും പരിപ്പ് 1 ടീസ്പൂൺ കാണും. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഉഴുന്നും പരിപ്പ് കളറൊക്കെ മാറി. അപ്പോൾ നമ്മുടെ ഒരു സവാള ഇട്ട് കൊടുക്കാം. സവാള ഇതുപോലെ അരിയുക നീളത്തിൽ. എല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു സവാള ഇട്ടതിന് ശേഷം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സവാള ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ പാടുള്ളൂ. ഫ്ലെയിമൊന്നും കൂട്ടി വയ്ക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കണ്ട. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. വളരെ സ്വാദുള്ള ഒരു തോരനാണിത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കറിക്കൂട്ട് മസാല എന്ന് പറയുമ്പോൾ കടയിൽ കിട്ടും, അത് വാങ്ങി പൊടിച്ചതാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. എല്ലാം ഒന്ന് മൂക്കട്ടെ മസാലകളൊക്കെ, എന്നാലേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് കടച്ചക്ക ഇട്ട് 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു പിടി നിറയെ ഇത്രയും തേങ്ങ ഇട്ട് കൊടുക്കുക. കൈപിടിയിൽ അമർത്തി ഒരു പിടി നിറയെ തേങ്ങ വേണം. തോരനാവുമ്പം തേങ്ങ ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ടൊന്ന് ഇളക്കാം. നേരത്തെ പറഞ്ഞ മാതിരി മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട. തേങ്ങയൊക്കെ ഇതിലെല്ലാം കിടന്ന് വേകട്ടെ. ഉപ്പുണ്ടാന്ന് നോക്കുക. ഉപ്പുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കാര്യമില്ല. നല്ല മണമാണ്. എത്ര 7 വീട് മണക്കുന്ന ഒരു തോരനാണ്. ഇനിയിപ്പം തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലൊരു തോരനുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒഴിക്കാനും മതി. അത് നല്ല സ്വാദാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ. കടച്ചക്ക ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതാ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നതാണ് തോരനാണ്. ബൈ എല്ലാവരും.